ഇതാണ് ചൊരയ്ക്ക. ഇതുണ്ട കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ വർഷം നട്ട ഒരു ചെടിയാണിത്. ഇത് ചൊരയ്ക്ക ഉണ്ടാകുന്ന വള്ളിയാണിത്. ഇതെന്ന് ഒരു 2 കിൻഡലെങ്കിലും ചൊരയ്ക്ക നമ്മൾ പറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നട്ടാണ്. ഇതിപ്പോൾ കാട് കയറി ഇങ്ങനെ നടക്കാം. ഇന്ന് നമുക്ക് ഇതിൽ ചൊരയ്ക്ക കിട്ടുമെന്ന് നോക്കാം. ഉണ്ടോയെന്ന് നോക്കട്ടെ. ഇതിലുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് കറി വെക്കാം. ഇത് ഒരുപാട് മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അതായത് ഷുഗർ രോഗികൾക്കും ഏറ്റവും നല്ല സാധനമാണ്. ഒത്തിരി ജലാംശവും ഫൈബറും ഒക്കെ അടങ്ങിയ അത് അവിടെ അതേ നോക്കുന്നുണ്ട്. ഇത് ഇതാണ് ചൊരയ്ക്ക. ഇതുണ്ട. ഇത് പണ്ട് കാലത്ത് ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ കാരണവന്മാരൊക്കെ കുടുക്കയാക്കിയിട്ട് അതിനകത്ത് അരിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സാധനം ഉണ്ടായി. പിന്നെ വെള്ളം കോരാനൊക്കെ നമ്മളിപ്പം മൊന്ത ഒക്കെ ഉപയോഗിക്കുന്ന പോലെ എടുക്കുന്ന ഒരു സാധനം. ഇത് ഒരുപാട് ഫൈബർ, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്ന സാധനമാണ്. കാര്യം വിപണിയിൽ വലിയ മാർക്കറ്റ് ഇല്ലെങ്കിലും ഷുഗർ പേഷ്യൻ്റൊക്കെ വന്ന് ചോദിച്ച് വാങ്ങി കൊണ്ടുവന്നൊരു സാധനമാണിത്. വാങ്ങി അവർ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ വള്ളിയല്ലതാ അതാ കിടക്കുന്നു വരണം. കണ്ടോ? ഇങ്ങനെ കയറി ഇവിടെ ഒരെണ്ണം കാണാതെ കിടപ്പുണ്ട് കേട്ടോ. അത് കേടായിട്ട്. പിന്നെ ഇതിന് ഉള്ള ഏറ്റവും വലിയ കീടബാധ എന്ന് പറഞ്ഞാൽ ഈ നിലത്തൂടെ കിടന്നാൽ ഇത് നമുക്ക് കിട്ടൂല തന്നെ. ഈ ഒരു അട്ട ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, 2 കൂടെ. കാട്ടിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. 2 അല്ല, പിന്നെ ഉണ്ട്. ഇത് നമുക്ക് പരിപ്പിട്ട് കറി വെക്കാം, ഒഴിച്ചുകറിയായിട്ട് വെക്കാം, പിന്നെ തോരൻ വെക്കാം, പിന്നെ ഈ ഉണക്കമീനിൻ്റെ ഒക്കെ അകത്തിട്ട് കറിയാക്കാം. നല്ല സാധനമാണ് ഇത്. ഒരു വിത്ത് നട്ടാൽ മതി, കിൻഡൽ കണക്കിന് സാധനം നമുക്കുണ്ടാവും. വലിയ കീടബാധയൊന്നുമില്ല. ആകെയുള്ള ശല്യം എന്ന് പറഞ്ഞാൽ ഈ ഒച്ചും അട്ടയും. ഈ കാട്ടിക്കൂടെയൊക്കെ ഇങ്ങനെ വരുന്നു. നമ്മൾ ഒരു പരിചരണവും ഇല്ലാതെ ഉണ്ടായ സാധനമാണിത്.